കുടിയേറ്റം അമേരിക്കയ്ക്ക് എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ചരിത്രത്തിൻ്റെയും മിശ്രിതം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. എങ്കിലും ആരെയാണ് രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കേണ്ടത്, ആരെയാണ് പുറത്താക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ജന്മാവകാശ പൗരത്വം, അഭയാർത്ഥി പദവി തുടങ്ങിയ മേഖലകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുടിയേറ്റം തടയുമെന്ന തന്റെ പ്രചാരണ വാഗ്ദാനം നിറവേറ്റാൻ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. യുഎസിലേക്ക് അതിർത്തി കടക്കുന്നത് കുറവാണെങ്കിലും നാടുകടത്തലുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അറസ്റ്റിലായ നിരവധി കുടിയേറ്റക്കാരെ താമസിപ്പിക്കാൻ സർക്കാർ ക്യൂബൻ സൈനിക താവളമായ ഗ്വാണ്ടനാമോ ബേ പോലും ഉപയോഗിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കൊളറാഡോയിലെ ഡെൻവറിൽ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾ നടത്തിയിരുന്നു. ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, FBI ഏജന്റുമാർ എന്നിവരുമായി സഹകരിച്ചായിരുന്നു റെയ്ഡ്. നിരവധി ആളുകളെ അവർ കസ്റ്റഡിയിലെടുത്തെന്നാണ് ന്യൂയോർക്കിലെ ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെൻവർ പ്രദേശത്തുടനീളം നടന്ന ഒന്നിലധികം ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. ഏറ്റവും അപകടകാരികളായ രേഖകളില്ലാത്ത വ്യക്തികളെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് നിയമപാലകർ പരസ്യമായി പറഞ്ഞെന്നാണ് ABC റിപ്പോർട്ട് ചെയ്യുന്നത്. വീട് തോറും പോയി ഓരോ യൂണിറ്റിലെയും താമസക്കാരെ ചോദ്യം ചെയ്തിരുന്നു. തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുകയും മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. 100-ലധികം പേരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ തോതിലുള്ള ഓപ്പറേഷനുകൾ, അറസ്റ്റുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും വീടാന്തരം പോകുന്നത് എല്ലാവരിലും അകാരണമായ പരിഭ്രാന്തിയും ഭയവും സൃഷ്ടിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓപ്പറേഷനിൽ ഒരു ഗുണ്ടാ സംഘത്തെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂവെന്നും 29 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ABC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെക്സസിലെ തെക്കൻ അതിർത്തിയിൽ US പ്രവേശന തുറമുഖങ്ങൾക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ജലമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ഈ തുറമുഖങ്ങൾ ആ പ്രദേശങ്ങളുടെ സാമ്പത്തിക ജീവരക്തമാണ്. എന്നാൽ കുടിയേറ്റക്കാരുടെയും നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെയും ഒഴുക്ക് തടയുന്നതിൽ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇവിടെയാണ്. മക്കന്നലിലെ പ്രവേശന തുറമുഖത്ത് $50 ബില്യൺ വില മതിക്കുന്ന 7 ലക്ഷത്തിലധികം ട്രക്ക് കാർഗോകൾ എല്ലാ വർഷവും സ്കാൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാ കാർഗോകളും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. മയക്കുമരുന്നിനേക്കാൾ കുടിയേറുന്നവരുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. കാലിഫോർണിയയിലെ സെൻട്രൽ വാലിയിൽ നിയമവിരുദ്ധമായ എല്ലാ ക്രോസിംഗുകളും തടയുക എന്ന ആശയത്തെ ചില അമേരിക്കക്കാർ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ മറ്റു ഗ്രൂപ്പുകൾ രാജ്യത്ത് ഇതിനകം തന്നെ രേഖകളില്ലാത്ത തൊഴിലാളികൾക്കെതിരെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായ സമീപനം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാലിഫോർണിയയിലെ ഫാം തൊഴിലാളികൾ പകുതിയോളം പേരും നിയമവിരുദ്ധ കുടിയേറ്റക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. ടുലാറെ കൗണ്ടിയിലെ ഒരു ഡയറി ഫാമിലെ കർഷകനായ പീറ്റർ ഡി ജോങ് തന്നെയാണ് ഇക്കാര്യം ABC ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും തന്റെ ഫാം കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രീൻ കാർഡുകൾ അപേക്ഷിക്കാനും നിയമപരമായ പ്രക്രിയ പിന്തുടരാനും തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇത് വളരെ മന്ദഗതിയിലുള്ളതും ചെലവേറിയതുമായ പ്രക്രിയയാണെന്നും ഡി ജോങ് പറയുന്നു. ഇല്ലിനോയ്സിലെ ഷിക്കാഗോയിൽ കുടിയേറ്റത്തിനെതിരായ പോരാട്ടം കോടതി മുറികളിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഫെഡറൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ തടയുകയാണെന്ന് അവകാശപ്പെട്ട് ട്രംപ് ഭരണകൂടം നഗരത്തിനും ഇല്ലിനോയ്സ് സംസ്ഥാനത്തിനും നേരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇല്ലിനോയ്സ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്ന സ്ഥിതിയാണുള്ളത്. ന്യൂജേഴ്സിയിലെ പാസായിക്കിൽ അടുത്തിടെ നടന്ന ICE റെയ്ഡുകളിലും അറസ്റ്റുകളിലും പ്രതിഷേധിച്ച് നൂറുകണക്കിന് ആളുകൾ വാരാന്ത്യത്തിൽ തെരുവുകളിലൂടെ മാർച്ച് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ കുടിയേറ്റക്കാർക്ക് മികച്ച സംരക്ഷണം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്.